CPI യിൽ നിന്ന് വിട്ടതിന് ശേഷം PV അൻവറിൻ്റെ DMK-യുമായി ചില ചർച്ചകൾ നടത്തി എന്നുള്ള ഇതൊക്കെ വരുന്നുണ്ട്, വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. DMK-യുമായി പ്രത്യേകിച്ച് ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല. എന്നാൽ അത്തരം ചില ആലോചനകളൊക്കെ നടന്നിരുന്നു. എന്നാൽ അത്ര ആലോചനകളൊന്നും കാര്യമായി മുന്നോട്ട് പോയില്ല. അദ്ദേഹവുമായി നേരിട്ട് ചർച്ചയൊന്നും നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണും. അല്ല, ഇപ്പോൾ പൊതുപ്രവർത്തനമാണല്ലോ. പൊതുപ്രവർത്തനത്തിന് ആൾ സ്വാഭാവികമായും PV അൻവർ ഒരു MLA ആണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള ജില്ലയിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഉയർത്തുന്ന ചില കാര്യങ്ങൾ ഏറ്റവും സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ സംസാരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അത്തരം അതായത് ഈ DMK-യുടെ ആശയങ്ങളോട് യോജിച്ച് പോകാൻ കഴിയുമെന്നുള്ളൊരു DMK-യുടെ ആശയങ്ങൾക്ക് അപ്പുറം അദ്ദേഹം ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നാട്ടിലെ കൃഷിക്കാരെയും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉയർത്തുന്ന ആശയങ്ങളോട് യോജിപ്പുണ്ട്. മുമ്പോട്ടൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. അതൊക്കെ പൊതുപ്രവർത്തനമല്ലേ. സ്വാഭാവികമായും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തിരി സമയങ്ങളൊന്നും വേണ്ടല്ലോ. അതൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണല്ലോ. എന്തായിരുന്നാലും അത്തരത്തിലാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ വലിയ താമസമൊന്നുമില്ല. അത് ആ ഘട്ടങ്ങളിൽ എടുത്തു പോകാൻ കഴിയും എന്നുള്ളതാണ് CPI-യുടെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബിനൂസ് കറിയ വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.